എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ വല്ലാതെ ഭയപ്പെടണം. പണ്ടുള്ള ആൾക്കാര് ചില ഉമ്മമാര് വരുമ്പോ പറയും കുഞ്ഞിനെ എടുത്ത് അകത്ത് കയറിക്കോളാം, എപ്പോഴും എടുത്ത് അകത്ത് കയറാൻ പറയും. ഒരാള് വരുന്നത് കാണുമ്പോഴേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ഞാൻ എന്റെ പള്ളിയിൽ, ജോലി ചെയ്യുന്ന പള്ളിയിൽ ഉളുഹിയ്യത്തിന് പോത്ത് വാങ്ങാൻ പോകുമ്പോ ഞാനൊരിക്കൽ കൂടെ പോയി. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഒരു അച്ചായന്റെ പറമ്പിൽ ഒരുപാട് പോത്ത് നിൽക്കുന്നു. ഒരു പോത്തിനെ മാറ്റി കെത്തി നോക്കുമ്പോ നല്ല ഈ കാട്ടുപോത്തിനെ പോലെ കാണാൻ നല്ല സൗന്ദര്യമുള്ളൊരു പോത്ത്. അപ്പൊ നമ്മൾ ചോദിച്ചു, അതിനെ കൊടുക്കുന്നില്ലേ? അത് കച്ചവടം കഴിഞ്ഞോ? ഇല്ല, അത് ഉളുഹിയ്യത്ത് ഇറക്കാൻ പറ്റൂല. അപ്പൊ ചോദിച്ചു, അതിന്റെ വാലറ്റുപോയത്. ആ പോത്തിന്റെ വാലറ്റുപോയത്. അപ്പൊ ന്യൂനതയുള്ളത് ഉളുഹിയ്യത്തിന് പറ്റൂലല്ലോ, മാറ്റി നിർത്തിയിരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു പറ്റി അച്ഛാ? നോക്കിയില്ലേ? ഒന്നുമില്ല ഉസ്താദെ, നിങ്ങളുടെ ഒരാള് വന്നിട്ട് ഈ പോത്തിന് വില പറഞ്ഞു. ഈ ഉളുഹിയ്യത്തിന് നിർത്തിയിരുന്ന ഈ പോത്തിനെ കാണാൻ ഒരു കാക്ക വന്നിട്ട് നോക്കിയിട്ട് വിലയൊക്കെ പറഞ്ഞു. കച്ചവടം നടന്നില്ല. തിരിച്ചു പോകാൻ സമയമായ പവൻ പറഞ്ഞു, അച്ഛാ വല്ലാത്ത വാല കേട്ടോ, വല്ലാത്ത വാല കേട്ടോ. അവിടെ എല്ലാത്തിനും വാക്കവും പറഞ്ഞു. അവനങ്ങ് പോയി. പിറ്റേ ദിവസം ഈ പോത്ത് വാലിട്ടടിച്ചപ്പോ എവിടോ കൊണ്ടിട്ട് വാലിന്റെ ഒരു സൈഡ് മുറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ കാക്ക വന്ന് കൊത്താൻ തുടങ്ങി. അവസാനം ആ വാല് തന്നെ അറ്റുപോയി. അള്ളാഹു കാക്കമാറാകട്ടെ, അള്ളാഹു കാക്കമാറാകട്ടെ. ഇതാണോ ചില വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇതൊന്നും വേണ്ടെന്ന് പറയുന്നത്. അവര് നശിച്ചു പോകാൻ പറയുന്നതല്ല, പക്ഷെ അവരുടെ വാക്കുകൾ അത് അത്ഭുതത്തിന്റെ വാക്കാണ്. മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കള്, നല്ല ഗ്ലാമറുള്ളവരെ രണ്ടുപേരും. ഹസനും ഹുസൈനും വല്ലാത്ത സൗന്ദര്യമാണ്. ഈ മക്കളെ പുറത്തു വിടുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ ചെയ്തിട്ട് തലയിൽ ഊതും. രണ്ട് മക്കളുടെയും കല്യാണത്തിന് വിടുമ്പോ, പുറത്തു വിടുമ്പോ, ആൾക്കാർ കൂടുന്ന സമയത്ത് വിടുമ്പോ ചില കുഞ്ഞുങ്ങളുടെ കവളിലൊക്കെ കയറി ഇങ്ങോട്ട് പിടിക്കും. നല്ല സുന്ദരനാണല്ലോ. എന്ത് ചെയ്യണം? മക്കളെ പുറത്തു വിടുന്ന സമയത്ത് ഒരു ദുആ ചെയ്തവരുടെ തലയിൽ ഊതണം. നബിതങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കൾ അവരുടെ തലയിൽ ഊതുമായിരുന്നു. അവരുടെ തലയിൽ ഊതി മന്ത്രിച്ചിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. മക്കളെ അങ്ങനെ വിടണം, അങ്ങനെ വേണം മക്കളെ പുറത്തു വിടാൻ. അല്ലെങ്കിൽ പരിശോധന എന്നും രോഗവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ പഠിപ്പിച്ചു കൊടുത്തു. അതാ ഉപ്പാപ്പമാരുടെ തലമുറകൾ കൈമാറി കിട്ടിയ ദുആയാണ്. നിങ്ങളെ മൂന്നാമത്തെ കണ്ണ് ഏതെന്നറിയുമോ? കൊന്നുകളയുന്ന കണ്ണാ. മൂന്നാമത്തെ കണ്ണ്, കൊന്നുകളയുന്ന കണ്ണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അപ്പൊ തന്നെ സംഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തൊരു തേങ്ങയാ നിൽക്കണത് റബ്ബേ. ഒരൊറ്റ പറച്ചല, തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകുന്നത്. അവരുടെ കറാമത്തുകൾ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ ആഗ്രഹിക്കുന്നില്ല, നാടുവിടാ പോകും. കാരണം മറ്റുള്ളവർ അറിയുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പരസ്യപ്പെടുത്തുകയാ, പറഞ്ഞു കൊടുക്കാൻ ആള് നിർത്തുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നബിതങ്ങള് പറയുകയാണ്, 72 വിഭാഗവും നരകത്തിലാണ്. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം ആരാ? പടച്ചവനെ, ഒരേ ഒരു വിഭാഗം. അവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പടച്ചവനെ, സഹാബത്ത്, താബഈങ്ങള്, തബഉ താബഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, പാരമ്പര്യമായി പടച്ചവനെ ഒരു തസ്ബീഹിലെ മുത്തുമണി പോലെ പാരമ്പര്യമായി കടന്നു വന്ന ഈ ദീനനുസരിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ, ഈ ആദർശം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ. ഇന്നലെ പെയ്ത മഴയ്ക്ക് വന്ന പുൽച്ചെടിയല്ലടോ, പാരമ്പര്യമായി കടന്നു വന്ന ദീനിങ്ങനെ മുറുകെ പിടിച്ചു ജീവിക്കുന്നവർ. അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അവരെ കുറിച്ചാണ് സുന്നികൾ എന്ന് പറയുന്നത്. അവരെ കുറിച്ചാ സുന്നി എന്ന് പറയുന്നത്. ആ ആദർശം മുറുകെ പിടിച്ചു ജീവിക്കുന്ന ആ ഒരു വിഭാഗമല്ലാതെ വേറൊരു വിഭാഗം സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. അതുകൊണ്ട് അവരിലേക്ക് അടുക്കൂ. ചന്ദനം ചാരിയ ചന്ദനം മണക്കുമല്ലോ. അവരുമായിട്ട് ബന്ധപ്പെടുപങ്ങള്. വെക്കേഷന്റെ സമയമാണല്ലോ, പള്ളികളിൽ ഉസ്താദന്മാരുണ്ടല്ലോ. പഠിച്ചവനെ കൊണ്ടുപോയിട്ട് ആദർശം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്, ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്
വേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാതെ ഏതെങ്കിലും തൊപ്പിയില്ലാത്തവൻ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ അതാണ് ദീനെന്ന് പറഞ്ഞവന്റെ പുറകിൽ പോയാൽ നരകത്തിനടിത്തട്ടിലേക്ക് പോയി വീണു പോകുമെന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. പടച്ചവനെ ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളും സങ്കടപ്പെടുകയാണ്. ഉസ്താദേ, എന്റെ മകൻ നല്ലവനായിരുന്നു, അവനൊന്ന് സൗദിയിൽ പോയിട്ട് വന്നപ്പോൾ അവന് പല പല സംശയമായി. അവന് തറാവീഹ് 8 റക്അത്തായി. മഹാന്മാര് മരിച്ചു പോയവരായി. പടച്ചവനെ, അവൻ എന്തിനും തെളിവ് ചോദിക്കാൻ തുടങ്ങി. വീടിന്റെ അകത്ത് പോലും പടച്ചവനെ അവന് പലതും ചോദിക്കാൻ തുടങ്ങി. മക്കള് കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ, ആദർശം വ്യത്യസ്തമായി പോയതിന്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടുന്ന ഉമ്മ. എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? എന്തിനാ ഉമ്മ നീ സങ്കടപ്പെടുന്നത്? മരിച്ചാ കൊണ്ടുപോയി കുഴിച്ചിട്ടാ മതി. 3 ഇല്ല, 7 ഇല്ല, 11 ഇല്ല, 40 ഇല്ല, ആണ്ടില്ല, ചത്തുപോയല്ലോ എന്ന് പറയുന്ന മക്കള് കാരണം സങ്കടപ്പെടുന്ന വാപ്പമാരെ, പ്രസവിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മക്കളാകണമെന്നില്ല. നിന്റെ രക്തത്തിൽ പിറന്നു എന്നതിന്റെ പേരിൽ സാധാരണ രീതിയിൽ നോക്കിയ മക്കളാണ്, എന്നാ മക്കളാകണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അതുപോലെ ഒരു പ്രവാചകനും ദഅവത്ത് നടത്തിയിട്ടില്ല. ആ പ്രവാചകന് അതാ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുമായി തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായപ്പോ കപ്പലിൽ രക്ഷപ്പെടുകയാണ്, മുസ്ലിമീങ്ങളുമായി രക്ഷപ്പെടുകയാണ്. ആ പോകുന്ന വഴിയിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. അവന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് സങ്കടമായി. തന്റെ പൊന്നാരമകനാണല്ലോ. അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, ഉപ്പാട പൊന്നുമോനെ, വാപ്പാട ആദർശം മുറുകെ പിടിക്കടാ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കടാ. ഈ കപ്പലിലേക്ക് കേറ്, ഈ കപ്പലിലേക്ക് കേറ്. ഇത് അല്ലാഹുവിന്റെ അദാബാ, സാധാരണ മഴവെള്ളപ്പൊക്കമല്ല, ഇത് സാധാരണ ഒരു മഴയല്ല, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് മോനെ. ഉപ്പാട കൂടെ കപ്പലിൽ കയറി വിശ്വാസം മുറുകെ പിടിച്ച് രക്ഷപ്പെടാൻ വിളിച്ചപ്പോ ആ മകന് 950 കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയോട് കനാൻ എന്ന് പറയുന്ന പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, വാപ്പാടെ പണി നോക്കിക്കോ, ഉപ്പാടെ കാര്യം നോക്ക്. വെള്ളപ്പൊക്കമുണ്ടായ ആ കാണുന്ന മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും വാപ്പാ. വാപ്പ പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്. മോനെ, ഇത് പടച്ച റബ്ബിന്റെ വലിയ പരീക്ഷണമാടാ. വാപ്പ പറയുന്നത് അനുസരിക്കാതെ ആ പൊന്നുമകൻ അനുസരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ അതാ പടച്ചവനെ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ തന്റെ പൊന്നാര മകൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുമ്പോ വാപ്പയല്ലേ നൂഹ് നബി, വാപ്പയല്ലേ നൂഹ് നബി, തന്റെ പൊന്നാര മകൻ ഈമാനില്ലാതെ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങിച്ചാകുന്നത് കണ്ടപ്പോ നൂഹ് നബിക്ക് സങ്കടമായി. അവിടെ നിന്ന് വിളിക്കുന്നു, വനാദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്നി ബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ് വഅന്ത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് നബി അല്ലാഹുവിനോട് പറയുന്ന, പടച്ചവരെ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്റെ അഹിലിന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പടച്ചവര്, ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് എന്റെ മകനല്ല, എന്റെ മോനല്ല, എന്റെ കുടുംബമല്ല, എന്റെ അഹില അല്ല. നൂഹ് നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിക്കുമ്പോ, പെങ്ങളെ, നൂഹ് നബിയുടെ മകനാണ്, നൂഹ് നബിയുടെ മകനാണ്, നൂഹ് നബിയുടെ രക്തത്തിൽ പിറന്ന മകനാണ്. എന്നാൽ അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക.
വിട്ടേക്ക് നൂഹ്. 18 കൊല്ലം 19 കൊല്ലം പൊന്നുപോലെ വളർത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന മക്കള് കാരണം എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? എന്തിനാ വാപ്പാ സങ്കടപ്പെടുന്നത്? വിട്ടേക്ക് വാപ്പാ. വലൈസ മിൻ അഹ്ലിക, ആദർശം വേറെയാ, നിന്റെ കുടുംബമല്ല, നിന്റെ കുടുംബമല്ല, ആദർശം വേറെയാണെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ നൂഹ് നബിയോടാ പറഞ്ഞത്, നബിയെ അങ്ങയുടെ കുടുംബമല്ലവന്, അങ്ങയുടെ കുടുംബക്കാരനല്ല, ആദർശം വേറെയായി പോയി, വഴി വേറെയായി പോയി, തല തിരിഞ്ഞു പോയി. വിട്ടേക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ വാപ്പമാരെ, യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം ദീനാണ്, ആദർശമാണ്, വിശ്വാസമാണ്. അത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് യാക്കൂബ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുകയാ, വിശദീകരിക്കുന്നില്ല. ഗുണപാഠം എന്താണ്? ഒരു വാപ്പയ്ക്കുണ്ടാകേണ്ട, ഉമ്മയ്ക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളാണുള്ളത്. 11ാമനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് എന്ന് പറയുന്ന മകന് 11ാമത്തെ മകനാണ്. ആ ചെറിയ മകൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരികയാണ്. വാപ്പാടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ ചെറിയ മകന് ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. പടച്ചവനെ, ആ മകൻ വന്നിട്ട് പറയുന്നത് അന്താരാഷ്ട്ര കാര്യമല്ല. വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മകനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, മോനെ, എന്റെ മോൻ കണ്ട സ്വപ്നം എന്താണ്? ഇവിടെ പഠിക്കേണ്ട ചില കാര്യമുണ്ട്, ഇവിടെ അറിയേണ്ട ചില കാര്യമുണ്ട്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് വീടിന്റെ അകത്ത് ചുമ്മാതെ കുത്തിയിരിക്കുന്ന മനുഷ്യനല്ല, ഒരു പ്രവാചകനാണ്, ഒരു സമൂഹത്തിന്റെ പ്രവാചകനാണ്, ഒരുപാട് തിരക്കുകളുള്ള പ്രവാചകനാണ്. വീണ്ടും 11 മക്കളുടെ വാപ്പയാണ്, കുടുംബത്തിന്റെ പല കാര്യങ്ങളും അറിയേണ്ട പിതാവാണ്. ആ തിരക്ക് പിടിച്ച യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന് തന്റെ പൊന്നാര മകൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് ചോദിക്കാൻ, തന്റെ പൊന്നാര മകൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് ചോദിക്കാൻ, അവന് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം യാക്കൂബ് നബിക്കുണ്ടായിരുന്നു. ഈ നിരന്നിരിക്കുന്ന ഏത് വാപ്പയ്ക്കാണ് മക്കൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമുള്ളത്? വാപ്പ മക്കളോട് സംസാരിക്കാറില്ല, വാപ്പ മക്കളോട് സംസാരിക്കാറില്ല. ഉമ്മയ്ക്ക് തന്റെ മക്കളോട് സംസാരിക്കാൻ സമയമില്ല. സ്വന്തം മക്കളുടെ സങ്കടം കേൾക്കാൻ വാപ്പയ്ക്കും സമയമില്ല, ഉമ്മയ്ക്കും സമയമില്ല. മക്കളത് പറയാൻ തയ്യാറാകുന്നുമില്ല. കാരണം തിരക്കാണല്ലോ, 24 മണിക്കൂറും തിരക്കാണ്. മക്കളുടെ സങ്കടം കേൾക്കാൻ ഉപ്പയ്ക്ക് സമയമില്ല. നാട്ടുകാരുടെ വിഷയം തീർക്കണ്ട്, മഹല്ലിന്റെ വിഷയം തീർക്കണ്ട്, മറ്റുള്ളവന്റെ മക്കളെ നന്നാക്കണ്ട്. സ്വന്തം വീടിന്റെ അകത്ത് പൊന്നാര മകന് സങ്കടമുണ്ട്, അവന്റെ സങ്കടം കേൾക്കാൻ നിനക്ക് സമയമുണ്ടോ വാപ്പാ? അതാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന പൊന്നുമോൾ, അവളുടെ സങ്കടം കേൾക്കാൻ ഉമ്മയ്ക്ക് സമയമില്ല. കാരണം പടച്ചവനെ, കൂട്ടുകാരിയുടെ കുടുംബ വിഷയം തീർക്കണമല്ലോ, കൂട്ടുകാരുടെ കഥകൾ കേൾക്കണമല്ലോ. സ്വന്തം മക്കളോട് ചിരിക്കുന്ന മുഖത്തോടെ സംസാരിച്ച രാവുകൾ ഓർമ്മയുണ്ടോ വാപ്പമാരെ? ഉസ്താദേ, സ്നേഹമില്ല, പരിഗണിക്കുന്നില്ല, പറയുന്നതനുസരിക്കുന്നില്ല, അവൻ എന്നോട് കരുണ കാണിക്കുന്നില്ല. സങ്കടം പറയുന്ന വാപ്പാ, നീ അവനോട് കരുണ കാണിച്ചിട്ടുണ്ടോ? അവന് മനുഷ്യനാണെന്ന് ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടോ? പടച്ചവനെ, സ്വന്തം മക്കളുടെ ചുമലിലൊന്ന് കൈയിട്ടിട്ട്, എന്തേടാ മോനെ നിന്റെ സങ്കടം എന്താണ്? എന്റെ പൊന്നുമോന്റെ പ്രശ്നം എന്താണ്? അവനെ ഒന്ന് ചുമലിൽ കൈവച്ച് ചേർത്തു പിടിച്ചിട്ടൊന്ന് ചോദിച്ചാ അവൻ പറയില്ലേ, വാപ്പാ എന്തിനാ മോനെ സങ്കടപ്പെടുന്നത്? വാപ്പയില്ലേടാ, വാപ്പയില്ലേ എന്നും അവനെ സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ അവന് വഴിതെറ്റി പോകില്ലായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതാവിനും പിതാവിനും സമയമില്ലാത്ത കാലമാ. മക്കൾ
മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അവർക്ക് സമയമില്ല. മക്കളുടെ ഏറ്റവും വലിയ പരാതി എന്റെ വാപ്പ എന്നോട് സംസാരിക്കാറില്ല, എന്റെ ഉമ്മ എന്നോട് സംസാരിക്കാറില്ല. ഇന്നത്തെ ഉമ്മമാർക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ പുറത്തു കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം എനിക്ക് ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് നാട്ടുകാര് വിചാരിക്കുമല്ലോ. പഠിച്ചവരെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ ഉമ്മയാണെന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണെന്ന് കരുതുന്ന പെണ്ണുങ്ങള്. മക്കള് തലതിരിഞ്ഞു പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ വിചാരിക്കേണ്ട ചില കാര്യമുണ്ട്. നീ പറയുന്നത് മാത്രമേ നടക്കാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ഏറ്റവും വലിയ സങ്കടം തിന്നാൻ കൊടുക്കുന്നില്ല എന്നല്ല, വാപ്പയും ഉമ്മയും അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയമില്ല. ഇരിക്കണ ഓരോ വാപ്പാനോടും ചോദിക്കട്ടെ, വാപ്പാന്ന് പറഞ്ഞ അയാൾക്കൊരു വിചാരമുണ്ട്, മക്കളോട് സംസാരിച്ച എന്തോ എല്ലാം അങ്ങ് തകർന്നു പോകുന്നു, മക്കളോട് സംസാരിച്ച എല്ലാം നശിച്ചു പോകുമെന്നൊരു ധാരണ. ഹിറ്റ്ലറെ പോലെയാ വാപ്പ. അയാൾ പറയും വീട്ടിൽ എല്ലാരും കേട്ടോണം. അയാളുടെ വാപ്പാടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ, ഞാൻ പറയുന്നത് പോലെ നടക്കണം, വീട്ടിൽ ഞാൻ പറയുന്നത് തന്നെ നടക്കണം, വേറൊന്നുമില്ല. എല്ലാരും ബാക്കിയത് അടിമകളാ. അതൊക്കെ പണ്ടത്തെ കാലം പാപ്പ. സഹോദരൻ, അതൊക്കെ പണ്ട്. ഇപ്പൊ കാലം മാറി, കുട്ടികൾ മാറി. നീ ആരാ ഈ ഏകാധിപതിയെ പോലെ നീ മാറരുത്. എടോ, മക്കൾക്കും പല ആഗ്രഹങ്ങളുണ്ട്, പല സ്വപ്നങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയണം, അത് നീ ചോദിക്കണം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, പാപ്പ പറയും നീ ഡോക്ടർ ആവണം, നീ അത് പഠിക്കണം, ഇത് പഠിക്കണം. എടാ, നിന്റെ ആഗ്രഹം എന്താടാ? അത് ചോദിക്കൂല. അവൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ നീ പറയുന്നതനുസരിക്കണം. അത് മാന്യതയല്ലല്ലോ, ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? എടോ, മക്കൾക്ക് പറയാനുള്ളത് കേൾക്കണം. നല്ലതാണെങ്കിൽ നീ സ്വീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീ സ്വീകരിക്കണ്ട. പക്ഷെ ചോദിക്കാനുള്ള ബാധ്യത വേണമല്ലോ. അതല്ലേ ദീൻ പഠിപ്പിക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനെ അറുക്കാൻ വേണ്ടി ഒരു സ്വപ്നം കണ്ടപ്പോ നേരം വെളുത്തിട്ട് പോയിട്ട് വിളിച്ചിട്ട്, യൂസുഫേ, വാപ്പച്ചി ഇന്നലെ ഒരു സ്വപ്നം കണ്ടടാ, നിന്നെ അറുത്തു കൊടുക്കാൻ, നിന്റെ അഭിപ്രായം എന്താ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാ? ഇത്തത്തെ വാപ്പമാര് പഠിക്കണം. ആ 7 വയസ്സുള്ള മകനോട് എന്നിട്ട് വാപ്പ ചോദിക്കുന്നു, ഇന്നലെ രാത്രി നിന്നെ അറക്കാൻ വേണ്ടി ഒരു സ്വപ്നം കണ്ടു, എന്താ മോനെ നിന്റെ അഭിപ്രായം? എടാ, ഇത്രയും വളർന്നു, അവൻ പെണ്ണ് കെട്ടാറായി, ഇത് ചോദിക്കാറുണ്ടോ? മക്കളോട് ചോദിക്കണം അവരുടെ ആഗ്രഹം എന്താണെന്ന്. എനിക്ക് അള്ളാഹു 3 മക്കളെ തന്നു, അള്ളാഹു 3 ആൺകുട്ടികളെ തന്നു. അള്ളാഹു ആ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താടാ? ഒരുത്തൻ പറഞ്ഞു, എനിക്ക് പോലീസുകാരനാകണമെന്ന്. വല്ലാത്ത ആഗ്രഹമായി പോയി. ഒരുത്തന്റെ ആഗ്രഹം പോലീസുകാരനാകണം. രണ്ടാമത്തവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? എനിക്ക് പൈലറ്റ് ആയാൽ മതി വാപ്പ. സുബ്ഹാനല്ലാഹ്. എന്നാലും ഞാൻ അവനെ വിഷമിപ്പിക്കാനൊന്നും തയ്യാറായില്ല. നീ പൈലറ്റ് ഒന്നും ആവരുത്, ഹറാമ, വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അവനോട് പറഞ്ഞ ഒരു കാര്യം, നീ പൈലറ്റ് ആവുകയോ ആര് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ നീ അതിനു മുമ്പ് അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവൻ ഒന്ന് പഠിക്കണം, ഹാഫിളാവണം. എന്റെ നിയമം അതാ, എന്റെ ആഗ്രഹം നീ ഹാഫിളാകണം. അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചതിന് ശേഷം നീ പൈലറ്റോ മന്ത്രി ആര് വേണമെങ്കിലും ആയിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷെ ഹാഫിളാകണം. അള്ളാഹു എന്റെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരു ആമീൻ പറയണോ? അള്ളാഹു എന്റെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. എനിക്ക് അത്ര ആഗ്രഹമുള്ളൂ. ഞാൻ പറഞ്ഞു, ഹാഫിളാകുന്നതിന്റെ പിറ്റേ ദിവസം പെട്ടിയെടുത്തോണ്ട് വീട്ടിൽ വന്നേക്കാൻ. കോളേജിൽ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. 6 ജുസുവായി. അള്ളാഹു എന്റെ പൊന്നുമോനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. ഞാൻ അവനോട് പറഞ്ഞു, ഹാഫിളാകുന്നതിന്റെ അതേ ദിവസം വണ്ടി വിളിച്ച് വീട്ടിൽ വന്നേക്കാൻ. നീ ഹാഫിളാകണം, എന്റെ ആഗ്രഹത. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളോട് ചോദിക്കുക അവരുടെ ആഗ്രഹങ്ങൾ. നീ ഒന്ന് ചോദിക്കുക, പെങ്ങളെ, നിനക്ക് അടുക്കളയിൽ ചട്ടിക്കകത്ത് മീൻ പൊരിക്കുമ്പോഴും ഇങ്ങനെ വെച്ചിരിക്കുക. എല്ലാ പെണ്ണുങ്ങളും പറയും തോളിന് വേദനയാണ്. എങ്ങനെ വേദന വരാതിരിക്കും? എങ്ങനെ വേദന വരാതിരിക്കും? ചരിഞ്ഞിങ്ങനെ വെച്ചിരിക്കല്ലേ. എന്താ കാലം എന്ന് ആലോചിക്കേ. ഒന്ന് പെമ്മക്കളോടൊന്ന് സംസാരിക്കത്ത. നിന്റെ മോളല്ലേ, അവള് നല്ലത് ഇതാ നല്ലതാന്ന് പറ. അവളൊരു നല്ല വസ്ത്രം ഇട്ടാ നീ പറ നല്ല വസ്ത്രമാണെന്ന് പറ. നീ പറയത്തില്ല, കാരണം കുറഞ്ഞു പോയാലോ. പൊന്നുമോള് നല്ല വസ്ത്രം ധരിച്ചാൽ നല്ലതെന്ന് പറയണം, നല്ലത് ഇതാ നല്ലത് തന്നെ പറയണം. മക്കൾ ഇത്തിരി കാണാൻ ഇന്നത്തെ മുഖത്തൊരു പ്രകാശം ഉണ്ടല്ലോ. മോളെ, ബസ് സ്റ്റോപ്പിൽ വായി നോക്കി ഒരുത്ത നിൽക്കുന്നുണ്ട്. അവൻ വരുന്ന പെണ്ണുങ്ങളോട് മൊത്തവും പറയുന്നത് സൂപ്പറാ സൂപ്പറാ സൂപ്പർ. അവൻ അതിനാ നിൽക്കുന്നത്, അവന് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ടാണ് നിന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്ക്. ദീനല്ലേ, ഇതൊക്കെ നന്മയല്ലേ, ഒരു മാനുഷിക പരിഗണന നൽകണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് എന്ന് പറയുന്ന ഒരു പൊന്നുമകന് 11ാമത്തെ പൊന്നുമോനാണ്. അവൻ പറഞ്ഞു, വാപ്പാ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താടാ യൂസുഫേ? സമാധാനത്തോടെ അവനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് ആ മകന് പറയാനുള്ളത് കേൾക്കുകയാണ്. ആ മകന് പറയാനുള്ളത് കേൾക്കുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന മകൻ പറഞ്ഞ സ്വപ്നം എന്താ? വാപ്പാനോട് പറഞ്ഞു, വാപ്പാ,
യൂസുഫ് കണ്ട സ്വപ്നം എന്തെന്നറിയുമോ? ഇത് ഖാല യൂസുഫ് ലി അബീഹി, അതാ പറയുന്നു, യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് എന്ന് പറയുന്ന മകൻ വാപ്പാനോട് പറയുന്നു, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമല്ല എനിക്ക് സുജൂദ് ചെയ്യുന്നതായി, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ യാക്കൂബ് നബിക്ക് മനസ്സിലായി അത് സാധാരണ ഒരു സ്വപ്നമല്ല, ഇവന് സാധാരണ ഒരു പയ്യനല്ല, ഇവന് സാധാരണ ഒരു പയ്യനല്ല. യാക്കൂബ് നബിക്ക് അവിടെ നിന്ന് കാര്യം മനസ്സിലാവുകയാണ്. തന്റെ പൊന്നാര മകനോട് പറഞ്ഞ മറുപടി കേൾക്കണേ പെണ്ണുങ്ങള്, ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും അറിയണം, യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ അത് സാധാരണ ഒരു സ്വപ്നമല്ലെന്ന് മനസ്സിലായപ്പോ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. ഈ മറുപടിയാണ് വാപ്പമാര് സൂക്ഷിക്കേണ്ടത്, ഈ മറുപടിയാണ് ഉമ്മമാര് പഠിക്കേണ്ടത്. യാക്കൂബ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയഖീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ വഅദ കേൾക്കാൻ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു, മോനെ യൂസുഫേ, നീ കണ്ട ഈ സ്വപ്നത്തെ കുറിച്ച് നാട്ടുകാരോട് പറയാൻ പാടില്ല, കുടുംബക്കാരോട് പറയാൻ പാടില്ല, കൂട്ടുകാരോട് പറയാൻ പാടില്ല. ആരോടാ? ഇതൊന്നുമല്ല യൂസുഫ് നബിയോട് പറഞ്ഞത്. യാക്കൂബ് നബി പറഞ്ഞു, മോനെ, നീ നിന്റെ സഹോദരങ്ങളോട് പോലും പറയല്ലേ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. യാക്കൂബ് നബി പറഞ്ഞു, മോനെ, നീ നിന്റെ സഹോദരങ്ങളോട് പോലും പറയാൻ പാടില്ല. വല്ലതും മനസ്സിലായോ മോനെ? എടാ, എനിക്ക് ബാംഗ്ലൂരിൽ കടയുണ്ട്, ദുബൈയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഓരോ മാസവും എനിക്ക് വരുമാനം എത്രയുണ്ട്, പത്രത്തിലടിക്കുന്നത് പോലെ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു നടക്കുന്ന പെങ്ങള് എല്ലാവരോടും പറയാൻ പാടില്ല, എല്ലാവരോടും പറയാൻ പാടില്ല. സ്വന്തം കൂടപ്പിറപ്പിനോട് പറയരുതെന്നാണ് യാക്കൂബ് നബി പറഞ്ഞത്. പടച്ചവനെ, അന്നതെനിക്ക് മനസ്സിലായില്ല, ഇന്നത് മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ കാരണം കുടുംബക്കാരൻ സ്വന്തം കൂടപ്പിറപ്പ് എന്നെക്കാളും വളരാൻ പാടില്ല, അവൻ എന്നെക്കാളും വളരണ്ട, അവൻ എന്നെക്കാളും നല്ല ഒരു ജീവിതം കിട്ടണ്ട. കൂടപ്പിറപ്പ് തന്നെ മുട്ട കുടിച്ചിടുന്ന കാലമല്ലേ മക്കള്? നാട്ടുകാരല്ല സിഹർ ചെയ്യുന്നത്, സ്വന്തം കൂടപ്പിറപ്പ് ചെയ്യുകയാണ്. അവൻ എന്നെക്കാളും വളരാൻ പാടില്ല, അവൾക്ക് എന്നെക്കാളും നല്ല ഒരു ജീവിതം കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം സിഹർ ചെയ്യുന്ന കാലത്താ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം പത്രത്തിൽ കൊടുക്കുന്നത് പോലെ വിളിച്ചു പറയരുത്, എനിക്കതുണ്ടടാ ഇതുണ്ടടാ. അങ്ങനല്ല. അൽഹംദുലില്ലാ, നല്ലതാണ്, അത് മാത്രം മതി പെങ്ങള്. യാക്കൂബ് നബി മക്കളോട് പറഞ്ഞു കൊടുത്തു, മകനോട് പറഞ്ഞു കൊടുത്തു, പറയരുത്. യൂസുഫ് എന്ന് പറയുന്ന ഒരു മകൻ സ്വപ്നം കണ്ടിട്ട് വാപ്പാനോട് പറഞ്ഞപ്പോ വാപ്പായ്ക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു സ്വപ്നമല്ല. മോനെ, നാട്ടുകാരോടും കുടുംബക്കാരോടും അയൽവാസികളോടും ഒന്നും പറയരുതെന്നല്ല, നീ നിന്റെ കാക്കാമാരോട് പോലും ഇത് പോയി പറയരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കാരണം അതെങ്ങനെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോ പലരും അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഏർവാടിയിൽ സിയാറത്തിന് പോയപ്പോ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, 8 കൊല്ലമായി ഞാനും എന്റെ കുടുംബം ഇങ്ങനെ അനുഭവിക്കുക ഉസ്താദെ. കോടികൾ ഉണ്ടായിരുന്നു, എല്ലാം കളഞ്ഞിട്ട് ഇപ്പൊ ഏർവാടിയിൽ വന്ന് മരച്ചുവട്ടി കിടക്ക എന്റെ മോൻ. ഉസ്താദ്, എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ എന്റെ ഏറ്റവും വലിയ സങ്കടം ഇത് ചെയ്തത് എന്റെ കൂടപ്പറപ്പാണെന്ന് അറിഞ്ഞപ്പോഴുള്ള സങ്കടം. എന്റെ പ്രിയപ്പെട്ടവർ, യാക്കൂബ് നബി തന്റെ മക്കളോട് പറഞ്ഞു, നീ പോയിട്ടൊന്നും പറയണ്ട, ഉണ്ടാതെ നടന്നാ മതി. യൂസുഫ് എന്ന് പറയുന്ന ആ മകൻ ആരോടും പറഞ്ഞില്ല.
യൂസുഫ് എന്ന് പറയുന്ന മകൻ ആരോടും പറഞ്ഞില്ല, വാപ്പ പറഞ്ഞതുപോലെ തന്നെ നടന്നു. പക്ഷെ യൂസുഫ് നബിയോട് യാക്കൂബ് നബിക്ക് ഇത്തിരി സ്നേഹം കൂടുതലായി പോയി. ഒരിത്തിരി സ്നേഹം കൂടി. സാധാരണ ഒരു മോനല്ലല്ലോ, ഒരല്പ സ്നേഹം അവനോട് കൂടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് പ്രശ്നമായി. നമ്മുടെ വീട്ടിലും അങ്ങനെ ഒരുത്തനോട് വല്ലാത്ത സ്നേഹം, മകളോട് പെൺകുട്ടികളോട് മാത്രം വല്ലാത്ത സ്നേഹം, ഇളയ മകനോടോ. മക്കൾക്കിടയിൽ ഒരിക്കലും സ്നേഹത്തിന്റെ വിഷയത്തിൽ വ്യത്യാസം കാണിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ അകത്ത് വേർതിരിവ് പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു പൊന്നുമോൻ ഓടി വരികയാണ്. വാപ്പാടെ ചാരത്തേക്ക് ഒരു പൊന്നുമോൻ ഓടി വന്നു. വാപ്പാന്റെ അടുക്കൽ വന്നപ്പോ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. യാ റസൂലല്ലാഹ്, ഇവൻ എന്റെ മോനാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവെടുത്തു മടിയിലിരുത്തുകയാണ്. പടച്ചവനെ, കുറച്ചു സമയം കഴിഞ്ഞു. ആ മനുഷ്യന്റെ പൊന്നുമോൾ ഓടി വരികയാണ്. ആ മകള് വന്നപ്പോഴും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മോളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാര മകളെ താഴെ ഇരുത്തിയപ്പോ നബി തങ്ങളുടെ മുഖം മാറുകയാണ്. നബി തങ്ങളുടെ മുഖം ചുമക്കുകയാണ്. ആ സ്വഹാബിയോട് പറഞ്ഞു, നീ നീതി കാണിച്ചില്ല, നീ നീതി കാണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലേ, എന്താ നീതിയാണ് ഞാൻ ചെയ്തത്? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ആൺകുട്ടിയെ നീ മടിയിലിരുത്തി, നിന്റെ പെൺകുട്ടിയെ നീ താഴെ ഇരുത്തി. അത് നീതിയല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, മക്കളോട് വേർതിരിവ് കാണിക്കുന്നവരുണ്ടോ? ഒരുത്തനോട് വല്ലാത്ത സ്നേഹമാണ്, ഒതാ പെൺകുട്ടികളോട് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സ്നേഹം ഏറ്റവും ചെറിയ മകനോടാ. ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് വീട്ടിലെ മൂത്ത മകനാണ്. എന്തേ പെങ്ങളെ, അവനോട് ഇത്ര വാശി എന്ത്? അവനോട് ഇത്ര വെറുപ്പെന്ത്? ഞാൻ പറയുന്നത്, സ്നേഹിക്കേണ്ടത് ഏറ്റവും ചെറിയ മകനെയല്ല. എന്റെ വീട്ടിലും അങ്ങനെയാണ്. എന്റെ ഉമ്മയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ്. കാരണം ഏറ്റവും ചെറിയ മകന് ഞാനാണ്. ഒരിക്കലും അങ്ങനെയാകരുത് സഹോദരാ, പടച്ചവനെ. കാരണം പെങ്ങളെ, നീ ഒന്ന് ചിന്തിക്ക്. കല്യാണം കഴിഞ്ഞ മക്കളില്ലാതെ ദുആ ചെയ്ത് കാത്തിരുന്നപ്പോ അല്ലാഹു ആദ്യമായിട്ട് തന്നവനാണവന്. പെങ്ങളെ, ആദ്യമായിട്ട് അല്ലാഹു തന്ന മകനാണവന്. അതാ ആദ്യത്തെ കൺമണിയായത്. കാരണം സ്നേഹം വാരിക്കോരി കൊടുത്തു, സ്നേഹം വാരിക്കോരി കൊടുത്തു. അവനെ താലോലിച്ചു വളർത്തിയവനാണ്. പക്ഷേ രണ്ടാമതൊന്ന് വന്നപ്പോൾ കുറയുകയാണ്, മൂന്നാമതൊന്ന് വന്നപ്പോൾ കുറയുകയാണ്. ഇപ്പൊ അവൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നവനായി. ആരെന്ത് ചെയ്താലും മൂത്ത കുട്ടിയോടാണ് വാശി തീർക്കുന്നത്. പെങ്ങളെ, ഒരിക്കലും അങ്ങനെയാകരുത്. തുല്യരായി കാണൂ. 10 മക്കളാണ് വരും, അവര് 10 പേരെയും ഒന്നുപോലെ കാണു. ഒരിക്കലും വേർതിരിക്കരുത്. ആ വേർതിരിവ് അവസാനം കലാപങ്ങളിലെത്തുകയാണ്, കൊലപാതകങ്ങളിലെത്തുകയാണ്. പെങ്ങളെ, വാപ്പമാരും ഉമ്മമാരും പഠിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? സ്വന്തം മക്കളുടെ ഇടയിൽ പടച്ചവനെ, സ്വന്തം മക്കളെ വേർതിരിച്ച് കാണുന്നവര്. വാപ്പ പറയുകയാണ്, നിന്റെ അനുജനെ കണ്ടു പഠിക്കടാ, നിന്റെ അനുജനെ കണ്ടു പഠിക്ക്. അവൻ ബുദ്ധിയുള്ളവനാ, പഠിച്ചു നല്ല നിലയിലായി, നല്ല ശമ്പളമായി, നല്ല ജോലിയായി, നല്ല കുടുംബമായി. നീ ഇങ്ങനെ തെക്കു വടക്ക് നടന്നോടാ. അനിയത്തിയെ കാണ്, അവനെ കണ്ടു പഠിക്ക്, അവളെ കണ്ടു പഠിക്ക്, അപ്പുറത്തവളെ കണ്ടു പഠിക്ക്. പടച്ചവനെ, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരാളെ താഴ്ത്തുന്നു, ഒരാളെ പൊക്കുന്നു. ഇത് മക്കൾക്കിടയിൽ വല്ലാത്ത വൈരാഗ്യം ഉണ്ടാക്കും. പെങ്ങള്, പേടിക്കേണ്ട കാര്യമാണ്, സൂക്ഷിക്കേണ്ട കാര്യമാണ്. പടച്ചവരെ, സ്വന്തം കൂടപ്പുറപ്പിന്റെ തലയിലേക്ക് പാറക്കല്ലെടുത്ത് ഇടിച്ചു കൊന്നവൻ 10 പോലീസുകാര് ചോദിച്ചപ്പോ പറഞ്ഞത്, എനിക്ക് ഇവൻ കാരണം സ്നേഹം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. ബുദ്ധിയുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പണം കൂടിയവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, എല്ലാവരും മക്കളാണ്, എല്ലാവരും മക്കളാണ്. അവരെ തുല്യമായി കാണണം. കുടുംബ സ്വത്ത് വിഹിതം വെക്കുമ്പോ ഒരുത്തന് കൂടുതൽ, പെൺകുട്ടിയാണ്, അവൾക്കൊന്നുമില്ലല്ലോ, കൂടുതൽ ഇരിക്കട്ടെ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന പിതാവ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാനിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ. കാരണം അവൻ നേരം വെളുത്താൻ നബി തങ്ങളുടെ മുമ്പിൽ ഇൽമു പഠിക്കാൻ വരുന്ന മകനാണ്, മുതഅല്ലിമായ മകനാ. അവൻ മുതഅല്ലിമായ മകനാ, വേറെ ഒരു കാര്യത്തിനും അവന് പോകാറില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ സ്ഥലവും വീടും ഇവന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ബസീർ എന്ന് പറയുന്ന പിതാവ് വന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ച മറുപടി അറിയണേ പെങ്ങള്, അറിയണേ പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബസീറേ, വയസ്സാങ്കാലത്ത് നുഅ്മാൻ മാത്രം മതിയോ ജനാസ കുളിപ്പിക്കാൻ, മയ്യത്ത് ചുമക്കാൻ, ഖബറടക്കാൻ? ഇവൻ മാത്രം വന്നാ മതിയോ ബസീറേ? വേറെ മക്കളൊന്നും വരണ്ടേ എന്ന് നിബിതങ്ങൾ അവിടെ നിന്ന് ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്, ഖബറിനകത്ത് പോലും നിന്നെയൊന്നും കടക്കാൻ സമ്മതിക്കൂല. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചാൽ ഖബറിനകത്ത് പോലും നിനക്കൊന്നും സമാധാനം കിട്ടൂല. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു വാപ്പാ? ഇവരെല്ലാം നിന്റെ മക്കളല്ലേ. അവൻ എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും, കള്ളുകുടിയനാകട്ടെ, വ്യഭിചരിച്ചവനാകട്ടെ, ഏത് കൊലപാതകം ചെയ്തവനാകട്ടെ, എന്ത് ചെയ്താലും അവൻ നിന്റെ മകനല്ലേ, അവൾ നിന്റെ മകളല്ലേ. മക്കൾക്കിടയിൽ വേർതിരിവ് ഒരിക്കലും കാണിക്കാൻ പാടില്ല. അങ്ങ് വിട്ടിരിക്കുക. ഇവിടെ ആകുമ്പോ പിന്നെ ഇവിടെ പെണ്ണുങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ കിടക്ക അല്ലേ? നിങ്ങൾ എന്താ ചിരിക്കണേ? ഇവിടെ ആണുങ്ങൾ വേണമെങ്കിൽ പെണ്ണുങ്ങളുടെ വീട്ടിൽ പൊക്കോണം. ആ സിസ്റ്റം ഒക്കെ മാറ്റുന്നതോടെ ഒരിക്കലും നല്ലതല്ല. പെണ്ണിന്റെ അടിമയായി പോയി കിടക്കരുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവക്കാണെങ്കിൽ പിന്നെ സ്വന്തം വീടായത് കൊണ്ട് വലിയ ധൈര്യമാണ്. നമ്മൾ പരദേശിയെ പോലെ നടന്നോണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ചിറങ്ങി പോകുമ്പോ പെണ്ണ് കരയും. നിക്കാഹെല്ലാം കഴിഞ്ഞിട്ട് പുതിയാപ്പിളയുടെ കൂടെ കാറിൽ പോകുമ്പോ പെണ്ണ് കരയും. ഇവിടെ ആണുങ്ങൾ കരയേണ്ട അവസ്ഥയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ വല്ലാത്ത ധൈര്യം? അങ്ങനൊന്നും അല്ലടോ. ആണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാര്, ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ സൃഷ്ടമൊന്നും അല്ലടോ. ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ടല്ലോ, നമ്മൾ നല്ലതുപോലെ നടക്കണം. അല്ലാതെ ഔദാര്യത്തിലൊന്നും കിടക്കേണ്ടവരല്ല ആണുങ്ങൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.